ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ. അതിശ്രേഷ്ഠമീ തിരുപൂജയിൽ ഭയമോടെ ആദരവായി അനുതാപമാർന്നണയാം അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം. ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ. അതിശ്രേഷ്ഠമീ തിരുപൂജയിൽ ഭയമോടെ ആദരവായി ലോകപാപം നീക്കിയണയും ദിവ്യ കുഞ്ഞാടിൻ ശാന്തിയേകും നവ്യസ്നേഹം പങ്കുവച്ചുണരാം കാഴ്ചയേകിടാം നിറദീപമായി തെളിയാം അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം. ബലിവേദിയിൽ തിരുയാഗമായി അണിചേരുവിൻ ജനമേ. അതിശ്രേഷ്ഠമീ തിരുപൂജയിൽ ഭയമോടെ ആദരവായി സ്നേഹതാതാ ദിവ്യബലി നീ സ്വീകരിച്ചാലും നിത്യജീവൻ നൽകുവാനായി നീ കനിഞ്ഞാലും നീ നയിച്ചാലും സ്തുതി കീർത്തനം പാടാം അതിമോഹനം പരിപൂജിതം ബലിതൻ സമയം. സ്നേഹമുള്ളവരെ, ഇന്ന് ഞായറാഴ്ചയാണ്. വിശുദ്ധ ദേവാലയത്തിനായിരിക്കുന്ന ബോധത്തിലേക്ക് നമുക്ക് വരാം. കണ്ണുകളറിയാം, ശാന്തമായ സ്വസ്ഥമായ വിചാരിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന, ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന, ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന. ഇന്ന് ഞായറാഴ്ച കടമുള്ള ദിവസം ഞാൻ വിശുദ്ധ ബലിയർപ്പണത്തിനായി ദിവ്യപൂജയ്ക്കായി ദേവാലയത്തിനായിരിക്കുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ആത്മാർത്ഥതയോടുകൂടി ഏതായോട് സമർപ്പിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ ഓർക്കാം, നമ്മുടെ വീട്ടുകളുമായ എല്ലാ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ നമ്മുടെ ആരോഗ്യം സമർപ്പിക്കാം. ഈശ്വര ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ നന്ദികളെ ഓർത്ത് നന്ദി പറയാം. നാം പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെ ഓർക്കാം. നമ്മൾ പ്രാർത്ഥനാ സമയമായിട്ട് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചോളാം നമ്മുടെ വാക്കുകളിൽ ആളുകളിലേക്ക് ഈ സമയം ഓർത്ത് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള എല്ലാ വ്യക്തികളും പ്രാർത്ഥന സമർപ്പിക്കും. ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ മാത്രമാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവരെ നന്ദിയോടുകൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കരയോട് ചേർത്ത് വെച്ച് നമ്മുടെ ചന്ദ്രനോട് ചോരയോട് ചേർത്ത് വെച്ച് നന്ദിയോടുകൂടി സന്തോഷത്തോടുകൂടി സ്വർഗവാസികളോട് ഭൂവാസികളോട് ചേർന്ന് ഈശ്വരപൂർവ്വം പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം.
ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർഗ്ഗലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സർവ്വസഹായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൽ നിന്ന് ഈ ഗ്രഹത്തെ രക്ഷിക്കാൻ വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവസങ്ങളുടെ പരികർമ്മത്തിന് ദരിദ്രരായ ഞങ്ങളെ ശത്രുവാക്കണമേ. സകലത്തിന്റെ നാഥായ ദൈവമേ, കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ സകലേശാ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ വരും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന് ഞാൻ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രതീക്ഷണാവ് അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നമ്മുടെ തന്നെ മുറിച്ചുകൂടി നിൽക്കുന്ന സമയം നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. ഇതുകൊണ്ടെന്നാൽ എല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥമായ ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, ഈ സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ അറിയുവാനും ആത്മാക്കളെ രക്ഷിക്കുവാനും ജീവിതത്തെ പരിപാലിക്കണമാകുന്നു. ഞങ്ങളെപ്പോഴും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടത്തവരാകുക. സകലത്തിന്റെയും നാഥായ ദൈവമേ, ശബ്ദമുയർത്തി
അങ്ങയുടെ സ്വഭാവത്തിൽ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ സഹോദരരെ, എബ്രായത്തിന്റെ ലേഖനത്തിലെ വായന അധ്യായം 6 1 മുതൽ 12 വരെയുള്ള പഠനങ്ങൾ. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ ഉത്തമ പാഠങ്ങൾ വേണ്ടിയിട്ട് നമുക്ക് പട്ടുതലേക്ക് വളരാം. നിർജീവ പ്രവൃത്തിയിൽ നിന്ന് ജനിച്ചവരുടെ ദൈവത്തിന്റെ വിശ്വാസം, ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവെപ്പ്, മനുഷ്യരുടെ വിയർപ്പ്, നിത്യവിധി ഇവയ്ക്ക് വീണ്ടും ഒരു അടിസ്ഥാനം ഇടേണ്ടതില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവജനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും തിരിച്ചറിയുകയും ചെയ്തവർ വീണുപോവുകയാണെങ്കിൽ അവരെ അതാവിലേക്ക് ഉന്നത നയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവത്തിന്റെ സ്വമനസ്സാൽ നിക്ഷേപിക്കുകയും വീട്ടിൽ കുറിച്ച് തറയ്ക്കുകയും ചെയ്തു. കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആർക്കു വേണ്ടി കൃഷി ചെയ്തുവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ഞെരുതികളും മുള്ളുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പരിത്യക്തമാണ്. അതിന്മേൽ ശാപം ആസന്നവുമാണ്. ദൈവിക്കപ്പെടുക എന്നതായിരിക്കും അതിന്റെ അവസാനം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളും വിശ്വചാരം നിങ്ങൾ ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തന്റെ നാമത്തോടെ കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരിക്കുന്നതല്ലോ ദൈവം. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയ വൃത്തിയാക്കുന്നതിനായി അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘസമയം വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായി അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിക്ഷപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്തുവെന്ന് ഫരിസേയർ കേട്ടതായി കർത്താവ് പറഞ്ഞു. വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. അവൻ യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു. അവന് സമറിയായിലൂടെ കടന്നു പോവുകയായിരുന്നു. സമറിയായിക്കാർ എന്ന പട്ടണത്തിൽ അവനെത്തി. യാക്കോബ് തന്റെ മകൻ ജോസഫിന് നൽകിയ വഴിയിലെടുത്താണ് ആ പട്ടണം. യാക്കോബിന്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിന്റെ കരയിലിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. ആ സമയം ഒരു സമറിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കുവാൻ തരിക എന്ന് പറഞ്ഞു. അവന്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ സമറിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമറിയാക്കാരിയായി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നുണ്ട്? യഹൂദനും സമറിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിയുന്നവരെ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവന്റെ ജലം തരികയും ചെയ്യുമായിരുന്നു. അവൾ പറഞ്ഞു, പ്രഭു, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും. പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണ് നീ.
അവനും അവന്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഇവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവന് നിത്യജീവനിലേക്ക് നിർവഹിക്കുന്ന അരുവിയാവും. അപ്പോൾ അവർ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലോ, വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല എന്ന സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല, നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെയുമായി ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. ഈ മലയിലോ ജെറുസലേമിലോ നിന്റെ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദനിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ലാതെ ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധന തന്നെയാണ് പിതാവിനെ രക്ഷിക്കുന്നതും ദൈവം ആത്മാവാണ് എന്ന് അവർ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണവൻ. നമുക്കെല്ലാവരും സന്തോഷോത്സവത്തോടെ നിന്ന് കർത്താവെ ഞങ്ങളിൽ കരുണയുണ്ടാകാൻ ഞങ്ങൾ അപേക്ഷിക്കാം. ഇവനെന്റെ ദൈവമാണോ എന്ന് പിതാവ് സാക്ഷിച്ചു വിശുദ്ധായി കർത്താവ് ദൈവമായ പ്രകാരം സഭയെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്ഥലരീതിയെ പൂർത്തിയാക്കുവാൻ സ്വീകരിച്ച വിശുദ്ധായി നിന്റെ കൽപ്പന വിശ്വസ്തപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി കീഴുകൊണ്ട് ഞങ്ങളെ ശക്തീകരിക്കാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോർദാനുകളിൽ തൊട്ട പരിശുദ്ധ ദൈവത്തെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സഭയെ അനുഗ്രഹിക്കാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായി നിന്നിലൂടെ വിശ്വാസം കൊണ്ടുവരാനും സത്പ്രവർത്തികളെ ബോധപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിസ്ഥിതി ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പുമാർ റാഫേൽ മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ അന്തർദേശമായ മാർഗോസ്തലപ്പെടുത്തി ഞങ്ങളുടെ പിതാവിന്റെ മാർക്കിടുമെത്രാനെയും മറ്റു അഭിപ്രായമാരെയും ആത്മീയങ്ങളുടെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരും രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനം ഞങ്ങൾ വർദ്ധിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവരും നമ്മളുടെയും പിതാവിനോടൊപ്പം പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. അങ്ങയുടെ കൃപാവും ഞങ്ങൾ നിറയണമേ. അങ്ങയുടെ ദാനം ഞങ്ങളുടെ കരങ്ങളിൽ വസിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരുത്ത അങ്ങയുടെ ജനമായ ജനങ്ങളുടെയും പ്രവർത്തിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവ് മഹത്വത്തോടെ ഭരണം നടത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാവനീ
സർവരും ഒന്നായി പാടിയിടട്ടെ. ആമേൻ ആമേൻ. മർത്തോമായെയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃഗരെല്ലാവരും മഹിലോദ്ധാരത്തിൽ ശരണം തേടുന്നു. വിശ്വാസമായിട്ട് പറയാം. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. മധ്യസ്ഥ കാലത്ത് പീഡകൾ സഹിക്കുകയും നൽകുകയും സംസ്കരിക്കപ്പെടുകയും ഇടപെടുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന ഏകാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയാർക്കന്മാരും മേഖലാർക്കന്മാരും മെത്രാപോലിത്തമാരും നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെ വേണ്ടിയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയായി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഈശോയുടെ സ്നേഹിത വിശ്വാസന്മാർ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും ആശ്രയിക്കും. ഈശോയുടെ കൃപയാൽ ഇവിടെ നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവൻ കാരണമാകട്ടെ. എന്റെ സഹോദരനെ കുർബാന പൂർത്തിയാകുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ ശരീരത്തിലുള്ള ശുശ്രൂഷകരാകുവാൻ ഏതൊരു ഭാഗ്യമായ കുഞ്ഞുങ്ങളെ കാരുണ്യാക്കി നൽകിയ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ കർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതി ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും. സഹോദരി സമാധാനം നൽകുവാൻ
നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ ക്രിസ്തുവോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹപ്പെടുന്ന ഇവിടെ അക്ഷയിക്കപ്പെടുന്നവരെ സൂക്ഷിക്കുകയും ഭയഭക്തികരമായ രഹസ്യങ്ങൾ ബോധാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് കയറി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. സമാധാനം നമ്മോടും കൂടെ. ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിക്കൂ. സമാധാനം നമ്മോട് പിതാപുത്രന്റെ പരിശുദ്ധാത്മാവായ സർവേശ്വര, അങ്ങയുടെ മഹത്വപരിതത്വത്തിന് ആരാധനയും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്നും എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ മുതലോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടെ അവരുടെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ കാര്യങ്ങളും മാലാഖമാരുടെ നായകളും മഹോന്നതനായി നീക്കൊണ്ടിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രോഗികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോവ്യന്മാരോടും സ്ഥാപ്യന്മാരോടും ചേർന്ന് നാഥനായി നീക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിയവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപ്പെട്ടവരോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ദാസരുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചുകൊടുത്തവരുടെ രാത്രിയിൽ ഈശോ നിർമ്മലമായ അവിടുത്തെ സ്വർഗത്തിലേക്ക് ആരാധനാ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. അപ്രകാരം തന്നെ കാശിയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ വ്യക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും.
ഞാൻ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ വെച്ച് കൂടുമ്പോൾ ഓർമ്മിക്കായി ചെയ്യും. കർത്താവേ, അങ്ങ് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്രയും അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവിതങ്ങളെ പങ്കുകാരാക്കുവാൻ നിങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പ്രതിഷ്ഠാനങ്ങളെ സമുദ്രിക്കുകയും എതിരാളികളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടന്നു ശ്രമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജയത്തിലാക്കി. ഞങ്ങളുടെ പ്രകൃതിയെ സമൃദ്ധമായ ദൈവത്താൽ മാത്രം നയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും പ്രതിനിധിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും. സമാധാനം നമ്മോടുകൂടെ. സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ പിതാവിന് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് പിതാവിന് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനുമായ മാർ പി മെത്രാന് വേണ്ടിയും മാർ ജഗപത്രാന് വേണ്ടിയും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതമായ പ്രേക്ഷകർ ഭരണകർത്താക്കൾ മേലുകാരികൾ എന്നിവർക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ഥിതിമാരുടെയും രക്തസാക്ഷികളുടെയും മന്ത്രികളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സ്ഥിതിയിൽ പ്രീതികരമായും വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. രോഗികളുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനായ വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ഞങ്ങളുടെ വിശുദ്ധ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് അങ്ങയുടെ ദൈവത്തിനായ ഞങ്ങളുടെ കർത്താവ് ദൈവമായ ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധമായ സജീവവും ജീവദായകമായ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സ്നാനവും എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യ വിശുദ്ധിയെ ഞങ്ങളെ പഠിപ്പിച്ചു വരുന്നെല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും സ്ഥാനത്തിന്റെയും മഹനീയവും വൈവിധ്യവും പരിശുദ്ധവും ജീവിതവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസനെ കുമാരനെ നാമത്തിൽ ഇതിനെ ആശീർവദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. പാപകരമോചനം മരിച്ചവരുടെ പ്രത്യാശിക്കുന്നതിനെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഞങ്ങൾ രക്ഷാപത്തിനെ കുറിച്ച് ഞങ്ങൾ കീർത്തിക്കുന്നു. അങ്ങയുടെ വിഷയത്തിന് മൂല്യം രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതി ബഹുമാനവും വിവിധയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും. ദൈവമേ, അങ്ങയുടെ കൃപയോട് കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, യോഗ്യരാകുന്നു, ഞാൻ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഭവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ദിവസങ്ങളിലേക്ക് അങ്ങയുടെ കാരണം ഞങ്ങളെ ലഭിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വാസിയായ തിരുനാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിൽ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവൻ നൽകിയ സ്നേഹമാ
വിശുദ്ധകുർബാനയെ സ്വന്തമായ നിമിഷം വിശുദ്ധകുർബാനയെ അത്ഭുതമായി ഈ ഗോതമ്പ് ധരിച്ച പൂർണ്ണമായി ഈശോയുടെ ശരീരങ്ങളായി മാറി ഈശോയുടെ രക്തസംസ്കാരം സമയം അതിൻ്റെ പ്രാർത്ഥനകളും നോക്കുകളും ആത്മാർത്ഥമായ തങ്ങളുടെ സംഘങ്ങളോടും ചോദ്യങ്ങളോടും തിരിശരീരങ്ങളോട് ചേർത്ത് വെച്ച് നടത്തുകയാണ്. നമ്മുടെ പിതാവിന്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നമ്മളെല്ലാവർക്കും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരവോടെ സമീപിക്കാം. അനുതാപത്തുവാകുന്ന ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരത്തിൽ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചന യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സ്തുതിക്കുവാൻ ഞങ്ങളുടെ കരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവാരങ്ങളെ വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സ്ഥിതിയെപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് നിയമിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രലോഭനത്തിലാകരുതേ, ദുഷ്ടാരൂപിയുടെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കും. നമ്മെ ജീവിക്കുന്ന കർത്താവിന്റെ പകരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. പാപമോചനം നൽകുന്ന ദൈവകൃപയുടെ ഈ ദാനം കാണുകയും സഹോദരെ ഇത് സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെടുകയും. കണ്ണീർ നിറഞ്ഞൊരാ രാവിരുളിൽ എൻ്റെ ഹൃദയം മുറിഞ്ഞൊരാ നോവറിവിൽ. കണ്ണീർ നിറഞ്ഞൊരാ രാവിരുളിൽ എൻ്റെ ഹൃദയം മുറിഞ്ഞൊരാ നോവറിവിൽ. സക്രാരി മുന്നിലായി കൈകൾ വിരിച്ചു നിൻ കാരുണ്യം തേടി ഞാൻ തേങ്ങി. സക്രാരി മുന്നിലായി കൈകൾ വിരിച്ചു നിൻ കാരുണ്യം തേടി ഞാൻ തേങ്ങി.
പീഡനേകി കണ്ണീർ നിറഞ്ഞൊരാ രാവിരുളിൽ എൻ്റെ ഹൃദയം മുറിഞ്ഞൊരാ നോവരികിൽ എൻ കാതിൽ ചൊല്ലിയൻ പ്രിയനേശുനാഥൻ മൃദുമണിയാലവൻ മൊഴിഞ്ഞ സ്നേഹം സ്നേഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ജനങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനായ കാര്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഇതാദ്യത്തിലെ സ്ത്രീ ബഹുമാനവും ഹൃദയത്തെയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കൃപാന വഴി നീ ഞങ്ങളുടെ കടകളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായിരിക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടുന്നിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാക്കിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേറുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാകിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ സ്വസ്തി. സുവർണ്ണ ജൂബിലി പ്രാർത്ഥന. പിതാവാദികളുടെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ ജൂബിലിയെ ജൂബിലി വർഷത്തിലെ പ്രത്യേക നിയോഗങ്ങളെയും ഞങ്ങൾ നീ സമർപ്പിക്കുന്നു. കരുതലുള്ള സ്നേഹത്താലെന്ന പാലക്കാട് രൂപതയെ സ്ഥാപിച്ചു നൽകി സ്നേഹിന്മാരുടെ പിന്തുടർച്ച രൂപതയെ നയിക്കുവാൻ അങ്ങയുടെ പിതാക്കന്മാരെയും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിരന്തരം അധ്വാനിക്കുന്ന വൈദിക സമർപ്പിത സമൂഹത്തെയും സുവിശേഷ ശുശ്രൂഷകളെയും വിശ്വാസത്തിന് കൂട്ടായ്മയും സജീവമായി നിലകൊള്ളുന്ന അൽമായ സഹോദരരെയും നൽകി അങ്ങ് രൂപതയെ അനുഗ്രഹിച്ചു. ഈ അവർണീയമായ ദാനങ്ങൾക്കെല്ലാം ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദൈവം പോലെ രൂപതയുടെ സുവർണ്ണ ജൂബിലി അനുഗ്രഹപ്രദമായി ആഘോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പദ്ധതികളെയും അധ്വാനങ്ങളെയും പ്രത്യേകം ആശീർവദിച്ച് വിജയിപ്പിക്കണമേ. നവീകരിക്കപ്പെട്ട വിശ്വാസ സമൂഹമായി വളരുവാനും തീക്ഷ്ണതയോടെ ക്രിസ്തുവിന് സാക്ഷ്യം ചെയ്യുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യവും പ്രത്യാശയുമായ സ്വർഗത്തിലെ ദൈവിക കൂട്ടായ്മയിൽ പങ്കാളികളാകുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരികയും ചെയ്യണമേ. ആമേൻ. ഞങ്ങളുടെ രൂപത മധ്യസ്ഥനായ മാറിയ പിതാവേ, പരിശുദ്ധ തിരുമാതാവേ, പിതാവായ മാർത്തോമാസ്ലിഹായെ എല്ലാവർക്കും തീരുമാനങ്ങൾ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ശ്രേഷ്ഠമായ അവരുടെ ഹൃദയങ്ങളെ
വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹം അവരോട് സംരക്ഷിക്കട്ടെ. അവരുടെ കാര്യങ്ങൾ സമാധാനമാകട്ടെ. അവരുടെ ശുശ്രൂഷിക്കുന്നവർ മികച്ചവരുടെ ആനന്ദവും ആശ്വാസവും അതിന്റെ സമാധാനത്തെ അപൂർവമായി തീരട്ടെ. അങ്ങയുടെ സഭയ്ക്ക് ശിശുക്കളായ വൈദ്യരെയും സന്യാസിമാരെയും ആത്മാനപേക്ഷതയെ പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ അങ്ങയുടെ വൈദ്യ ശുശ്രൂഷകളെ സ്വീകരിക്കണമേ. വൈദ്യരുടെ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നിർഭയമായി കാത്തുകൊള്ളണമേ.